Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അതുപോലെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ദെൻ മെഷർമെന്റ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം, then accuracy, precision and errors in measurement, significant figures, then dimension of physical quantities, then dimensional formula and dimensional equations. Last one is applications of dimensional analysis. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം. അതായത് എന്താണ് യൂണിറ്റ് എന്ന് നോക്കാം. വാട്ട് ഈസ് എ യൂണിറ്റ് ഓർ ഹൗ വി ക്യാൻ ഡിഫൈൻ യൂണിറ്റ്? എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെന്ന് കരുതുക. ഹൗ വി ക്യാൻ മെഷർ? എങ്ങനെയാണ് നിങ്ങൾ മെഷർ ചെയ്യുക? അതായത് അതിനെ ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് റെഫറൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അല്ലേ? അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് നമുക്ക്? ദാറ്റ് ഈസ് എ യൂണിറ്റ്. So how we can define, അതായത് the standard measure used for the comparison of a physical quantity is called a unit. That is, the standard measure used for the comparison or measurement of a physical quantity is called unit. സാധാരണ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അതായത് മെഷർ ചെയ്താൽ ഒരു വാല്യൂ ഉണ്ടാവും, അല്ലേ? ആ വാല്യൂവിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യാറുണ്ട്, അതായത് യൂണിറ്റും കൂടെ ചേർത്താണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? അതായത് എ നമ്പർ വിത്ത് എ യൂണിറ്റ് ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, now we have two types of physical quantities, that is fundamental or base quantities and derived quantities. അതായത് രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. അപ്പോൾ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്, അല്ലേ? എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? അതായത് quantities which can be measured directly or indirectly is called a physical quantity. അതായത് quantities which can be measured directly or indirectly are called physical quantities. ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഇനി ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓർ ബേസ് ക്വാണ്ടിറ്റീസ് നോക്കാം. അതായത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റീസിന്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അവ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്, അല്ലെ? എക്സാമ്പിൾ ലെങ്ത്, മാസ്, ടൈം, ഇവയൊന്നും നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അവയൊക്കെ ഒരു ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ദേ ആർ ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ഇനി അടുത്ത ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഏതാണ്? ഡിറൈവ്ഡ്. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഒരു ക്വാണ്ടിറ്റിയെ ബേസ് ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ വോളിയം. വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? L × B × H എന്ന് എഴുതാം. അപ്പൊ ഇവ LBH എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റിനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. അതായത് അതിനെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ്. ഓർ ഫോഴ്സ് F = m × A. അപ്പൊ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ദേ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ദി യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓർ ബേസ് യൂണിറ്റ്സ്. അതുപോലെ തന്നെ ദി യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും പറയും. അതായത് എക്സാമ്പിൾസ് എങ്ങനെ പറയാം? അതായത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. ഇനി മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊക്കെ പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ,
നെക്സ്റ്റ് ഇസ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഓരോ കൺട്രീസിൽ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റംസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്സ്, അതായത് ലെങ്ത്, മാസ്, ടൈം, ഈ 3 കാര്യങ്ങളുടെ യൂണിറ്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ CGS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ്സ്, അതായത് ഫസ്റ്റ് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം എന്നാണ് പറയാം. അപ്പോൾ ആദ്യത്തെ ബേസ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിന്റെ ഫസ്റ്റ് സിമ്പിൾസ് ആണ് നമ്മൾ CGSന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. CGS എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ്. ആൻഡ് FPS എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അപ്പോൾ അതിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത്, അതുപോലെ തന്നെ മാസ്, ദെൻ സെക്കൻഡ്, ഇവയുടെ യൂണിറ്റിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് പറയുന്നത്. MKS is a system set up by France. Here we can see the base units for length, mass and time. That is CGS system means centimeter, gram and second. Then FPS means foot, pound and second. MKS means meter, kilogram and second. So ഈ പേരുകൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. കാരണം CGS എന്ന് പറയുന്നത് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, FPS ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്, ദെൻ MKS മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ FPS, MKS അതുപോലെ തന്നെ CGS എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഓരോ കൺട്രീസിലും ഇങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് യൂണിറ്റ്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഒരേ യൂണിറ്റ് നമുക്ക് ഇന്റർനാഷണലി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരും. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആക്കിയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അത്തരം ഒരു സിസ്റ്റം 1971 ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. അതായത് ഒരു ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് SI സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ യൂണിറ്റ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും SI സിസ്റ്റത്തിലായിരിക്കണം അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ആൻസർ. അതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. അതായത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ദെൻ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപെയർ, thermodynamic temperature Kelvin, amount of substance mole, then luminous intensity candela, that is CD. In addition to fundamental quantities we have 2 supplementary quantities also. അതായത് 2 supplementary quantities കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. ദെൻ സോളിഡ് ആംഗിൾ, ദാറ്റ് ഈസ് സ്റ്റെറേഡിയൻ, SR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ദെൻ ഇന്ന് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് മെഷർമെന്റ് ഓഫ് ലെങ്ത്, ലാർജ് ഡിസ്റ്റൻസസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.